വെൽക്കം ടു ജോയ്സ് കുക്കിംഗ് സ്റ്റൈൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ചിക്കൻ ബിരിയാണി, ഹൈദരാബാദി ദം ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഉള്ള റെസിപ്പി ആയിട്ടാണ്. ഇതിലേക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ടൊമാറ്റോ 5 ടൊമാറ്റോ അരിഞ്ഞത് ചെറുതായിട്ട് അരിയണം, 3 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 ലൈം, 4 പച്ചമുളക് കണ്ടിച്ചതായിരിക്കണം, കൊത്തമല്ലി ചപ്പ് 30 ഗ്രാം കൊത്തമല്ലി ചപ്പ്, 30 ഗ്രാം പുതിന ചപ്പ്, 2 സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, 1 കിലോ ചിക്കൻ. ഞാനിവിടെ എടുത്തേക്കുന്ന ചിക്കൻ്റെ ലെഗാണ് എടുത്തേക്കുന്നത്. വെള്ളം കുറഞ്ഞ തൈര്, മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ എടുത്തേക്കുന്ന 1 കിലോ അരിയാണ് എടുത്തേക്കുന്നത്. 1 കിലോ അരി 3 പ്രാവശ്യം കഴുകി ഫിൽറ്റർ ചെയ്ത് വെച്ചേക്കുകയാണ്. അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് വെള്ളം ചൂടാക്കുക. വെള്ളവും അതിനകത്തോട്ട് പുതിനയും ഈ കൊത്തമല്ലി പുതിന കുറച്ചിടുക, അതുപോലെ തന്നെ പട്ട അതിലേക്ക് ഇടുക. വെള്ളം തിളയ്ക്കുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു 150 വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകാൻ വേണ്ടി വെച്ചേക്കാണ്. ഈ പാത്രത്തിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം നമ്മൾ വെച്ചേക്കുന്ന വെള്ളം തിളയ്ക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ ഓയിൽ ഇപ്പോൾ ചൂടായ അതിലേക്ക് നമ്മൾ 5-6 ഏലക്ക ഇടുന്നു. മറ്റുള്ള ഗരം മസാലകൾ, പട്ട നമ്മളിടുന്നു, അതുപോലെ പൂവ് നമ്മളിടുന്നു. ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഫ്രൈ ആവുന്നിടം വരെ നമ്മൾ ഇളക്കണം. നമ്മുടെ ഗരം മസാല ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവോള അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുക്കുന്നു. ആദ്യം സവോള മാത്രമേ ഇടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ ഇടാവുള്ളൂ, സവോള ഫ്രൈ ആയ ശേഷം. നന്നായിട്ട് ഇളക്കണം. ഒരു ബ്രൗൺ കളർ വരുന്നിടം വരെ നമ്മൾ ഇളക്കണം. നമ്മൾ തിളയ്ക്കാൻ വെച്ചേക്കാൻ അരിക്ക് വേണ്ടി വെച്ചേക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് പുതിനയും കൊത്തമല്ലി ഇടുന്നുണ്ട്. അതോടൊപ്പം ഇതിനകത്ത് കുറച്ച് ഉപ്പിടണം. അതിനുശേഷം വെള്ളം തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഏകദേശം ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ വീട്ടിൽ ചെയ്ത് നോക്കണം. ആർക്കും ഇനി ചെറിയ കുട്ടികൾക്ക് വരെ ഇത് ചെയ്യാവുന്നതുള്ളൂ. വീട്ടിൽ മനസ്സ് വെച്ചാൽ ആർക്കും ചെയ്യാം. പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സമയം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഈ ബിരിയാണി ചിക്കനിലേക്ക് നമ്മളിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഇതോടൊപ്പം നമുക്ക് കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം. അധികം വേണ്ട, നമ്മൾ വീണ്ടും ഇടുന്നുണ്ട് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്.
നമ്മുടെ അരിയിടാനുള്ള വെള്ളം തിളച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അരിയിടാൻ പോവുകയാണ്. അതോടൊപ്പം നമ്മുടെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ അരിയിടുകയാണ്. 1 കിലോ അരിയാണ് ഇടുന്നത്. അരി ഇട്ട ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഓൾറെഡി ഉപ്പ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. ഈ ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം, എന്നാലേ നമുക്ക് അരിയിലേക്ക് ശരിക്കും പിടിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഈ അരി ഇട്ട ശേഷം നമ്മളൊരു 1/4 ബോയിലാകുമ്പോൾ നമ്മൾ ഈ അരി ഫിൽറ്റർ ചെയ്ത് വെള്ളം കളഞ്ഞിട്ട് അരി മാറ്റി വെക്കണം. 1/4 ആവുന്നുണ്ട് വരെ നമ്മൾ നോക്കണം. അത് നമ്മുടെ മസാല ഏകദേശം ഉള്ളിയും തക്കാളിയെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനിയും ഇതിൻ്റെ പൗഡറുകൾ, മസാല പൗഡറുകൾ ഇടാൻ പോവുകയാണ്. 1/2 മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 സ്പൂൺ മല്ലിപ്പൗഡർ, ഇതിലേക്ക് നമ്മൾ കട്ടിയായ തൈര് ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മിക്സ് ചെയ്യണം, ശരിക്കും മിക്സ് ചെയ്യണം. മസാല ഇടുമ്പോൾ മസാല പൗഡറുകൾ ഇടുമ്പോൾ നമ്മൾ സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം. നമ്മൾ ഇടയ്ക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കും. കാരണം അരിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. മസാല ഏകദേശം റെഡിയായി. നമ്മളതിലേക്ക് നമ്മൾ ലൈം പിഴിഞ്ഞ് കൊടുക്കുകയാണ്. 2 ലൈമാണ്, ചെറിയ ലൈമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലൈം പിഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട, കുരു ഒരു കാരണവശാൽ അതിലേക്ക് വീഴരുത്. ഫ്രണ്ട്സ്, നമ്മൾ റെഡിയായ മസാലയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക ചിക്കൻ ഇട്ടു. അത് കഴിഞ്ഞൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഓയിൽ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ഇളക്കിയ ശേഷം ഈ ചിക്കൻ വേവാനായിട്ട് നമ്മൾ കുറച്ച് സമയമെടുക്കും, ഒരു 13 മിനിറ്റ്. ആ ചിക്കൻ ഇട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കും ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി ഗാർലിക് പേസ്റ്റ് നമ്മൾ അതിലേക്ക് ഇടുന്നു. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊത്തമല്ലി പുതിന അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 1/4 ഭാഗം കൊത്തമല്ലി, 1/4 ഭാഗം പുതിന അതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന് ശേഷം നമ്മൾ കവർ ചെയ്യണം, മൂടി വെച്ചിട്ട് അടയ്ക്കണം. കാരണം മൂടി വെച്ച് അടച്ച് കഴിയുമ്പോൾ ചിക്കനകത്തുള്ള വെള്ളം അതിലേക്ക് തന്നെ ഇറങ്ങും. നമ്മളിതിലേക്ക് വെള്ളം ഒട്ടും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ചിക്കനിലുള്ള വെള്ളം തന്നെ ഇറങ്ങിയാണ് ഇത് വേവുന്നത്. അതിന് മൂടി വെക്കണം. ചിക്കനിലുള്ള വെള്ളം ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പച്ചവെള്ളം പുറത്തുനിന്ന് വെള്ളം ഒഴിക്കുന്നതിലും ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. അതിനാണ് നമ്മൾ മൂടി വെച്ച് ഉപയോഗിക്കുന്നത്. ചിക്കൻ ഒരു 15 മിനിറ്റ് നമ്മൾ മൂടി വെക്കുക. ഫ്രണ്ട്സ്, നമ്മളുടെ ചിക്കൻ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞ് വെന്തു. നമ്മളിപ്പോൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന റൈസ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇടുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കുറച്ചിടും, അതിനുശേഷം കുറച്ച് കൊത്തമല്ലി, പുതിന ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മൾ ഇതിലേക്ക് കൊത്തമല്ലി കുറച്ചിട്ട് കൊടുക്കും, കുറച്ച് പുതിന ഇട്ട് കൊടുക്കും. ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പും കൂടെ ചോറിട്ട് കൊടുക്കും.
ഈ സമയം ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഏലക്ക നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് നമ്മൾ പൊളിച്ചിട്ട് കൊടുക്കണം, ഓപ്പൺ ചെയ്തിട്ട് ഏലക്ക ഇട്ട് കൊടുക്കണം. അപ്പോൾ കൂടുതൽ ഫ്ലേവർ നമുക്ക് കിട്ടും. വീണ്ടും നമ്മൾ കൊത്തമല്ലി ഇടുകയാണ്. നമ്മൾ കണ്ടിച്ച് വെച്ചേക്കുന്ന എല്ലാ കൊത്തമല്ലിയും കരിയാപ്പിലയും മൊത്തം ഇടുവാണ്. കൊത്തമല്ലിയും പുതിനയും നമ്മൾ മൊത്തത്തിൽ ഇടുവാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ റൈസ് കൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു കളറിന് വേണ്ടി ഞാൻ കുറച്ച് നമ്മുടെ ടെർമറിക്കിൻ്റെ വെള്ളം ലേശം മിക്സ് ചെയ്യുകയാണ്. അധികം ഇല്ല, കുറച്ച് മാത്രം. നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇതിന് ദമ്മിടുകയാണ്. നമ്മളതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ദോശക്കല്ല് പെർമനൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ദോശക്കല്ല് ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ്. അത് നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ബിരിയാണി പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അതിൻ്റെ അടപ്പ് നമ്മൾ വെക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നല്ലൊരു വെയിറ്റ് വെക്കണം. ഈ സമയം ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ഇത് ഏകദേശം 15 മിനിറ്റ് ഇങ്ങനെ നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ വെച്ച് വെക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ അടപ്പ് തുറന്നിട്ട് നമ്മൾ കുറച്ച് നെയ്യ് അതിലേക്ക് ഊറ്റി കൊടുക്കണം. ആവശ്യത്തിനുള്ള നെയ്യ്. ചിലർ നെയ്യ് കൂടുതൽ ഇഷ്ടപ്പെടും. അതിന് മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കണം. ഈ നെയ്യ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. ഇപ്പോൾ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തു. വീണ്ടും ഒരു 2-3 മിനിറ്റ് നമ്മൾ മൂടി വെക്കണം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ ചിക്കൻ ഹൈദരാബാദി ബിരിയാണിയുടെ ഫൈനൽ രൂപം. ഫ്രണ്ട്സ്, നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് കഴിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ ഈ ചിക്കൻ ദം ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഒരിക്കൽ നമ്മൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തണം. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക് യു.